നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ, നിലമ്പൂരിലെ പ്രചരണം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്, ഒരു ഉപതിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഈ ഉപതിരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും ഒരു വർഷമാണ് കാലാവധി. പക്ഷേ എങ്കിൽ പോലും മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ്. ഒപ്പം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും ഈ തെളിയിക്കേണ്ടി വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ്. അപ്പോൾ നമുക്ക് നിലമ്പൂരിലേക്ക് തന്നെ ആദ്യം പോകാം. ഇന്ന് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ പ്രചരണം ശക്തമാക്കിയിരിക്കുന്നു UDF. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നടക്കുന്ന 4 പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. പി വി അൻവറുമായുള്ള തർക്കം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം തുടരുന്നുണ്ട്. CPIM സ്ഥാനാർത്ഥി ചർച്ച അന്തിമഘട്ടത്തിലാണ്. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി BJPയിൽ നിന്നാണോ അതോ BDJSൽ നിന്നും വരുമോ എന്ന കാര്യത്തിലും ഇന്നറിയാം. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് തത്സമയം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച് ഇന്നത്തെ ദിവസം കുറച്ച് നിർണായകമാണ്. കാരണം UDFനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഇന്നലെ തന്നെ സ്ഥാനാർത്ഥി പ്രചരണമൊക്കെ തുടങ്ങി. പല നേതാക്കളെയും നേരിൽ കണ്ടു, സംസാരിച്ചു, പിന്തുണയൊക്കെ ഉറപ്പിക്കുന്നു. ഇന്നും പ്രചരണമൊക്കെ ഉണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് നേരിട്ട് അവിടെ എത്തി ക്യാമ്പ് ചെയ്ത് പ്രചരണങ്ങളിലൊക്കെ സജീവമാകുന്നു. ഇന്ന് പഞ്ചായത്ത് കൺവെൻഷനുകൾക്ക് തുടക്കമാകുന്നു. അങ്ങനെ ഒരു ഭാഗം. ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇനി സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച വരെ നമ്മൾ കാക്കണം. പക്ഷേ അവിടെ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല പേരുകളൊക്കെ പരിഗണനയിൽ വരുന്നു. ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി തന്നെ വരുമോ അതോ ഒരു പൊതു സ്വതന്ത്രൻ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രൻ വരുമോ എന്നതിലും ആകാംക്ഷ. BJPയുടെ കാര്യത്തിലും BJP സ്ഥാനാർത്ഥിയാണോ അതോ BDJSലേക്ക് വഴിമാറുമോ എന്ന കാര്യത്തിലും തീരുമാനമറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് പേരെയും സംബന്ധിച്ച് ഇന്ന് കുറച്ച് ഈ ചർച്ചകളൊക്കെ കൊടുക്കുന്ന ദിവസമാണ്. എങ്ങനെയാണ് പ്രസാദ് മൂന്ന് മുന്നണികളും ഈ ഒരു ദിവസത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സുധലക്ഷ്മി, മൂന്ന് മുന്നണികളിലും UDFനെ സംബന്ധിച്ചിടത്തോളമാണ് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ പി വി അൻവർ രാവിലെ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പി വി അൻവർ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പി വി അൻവർ UDFന്റെ ഭാഗമാകുന്നതിൻ്റെ ഭാഗമായി അതിന് ആദ്യം UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ പി വി അൻവർ UDFന്റെ ഭാഗമാകാനുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ അവരുടെ UDF അതിനുവേണ്ടി തയ്യാറാകും എന്നുള്ളതാണ്. അതോടുകൂടി അൻവർ കൂടി UDFന്റെ ഭാഗമായി വരുന്നു. വലിയ തോതിൽ LDFനെതിരെ വലിയ തോതിൽ ക്യാമ്പയിനിൽ അൻവർ തന്നെ ഒരുപക്ഷെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ്. ഞാൻ അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം ഇന്ന് പരിഹരിക്കും. പി വി അൻവർ UDFന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഫോണിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളമാണ് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടത്. അൻവർ ആയതുകൊണ്ട് തന്നെ 9 മണിക്കത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ എന്തും, അതായത് നമ്മൾ കണ്ടതാണ് അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ, അതുകൊണ്ട് അൻവർ എന്തും പറയാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും UDFന് പിന്തുണ നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ നമ്മൾ അത് തന്നെയായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. അതാണ് നമ്മൾ ഇന്നലെ വാർത്തയായി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പറയാനായിരിക്കും അൻവർ വിളിക്കുക. അതല്ല അൻവർ ഇനി ഒരു സഖ്യത്തിനില്ല, ഒന്നുമില്ല എന്ന രീതിയിലാണ് വരുന്നതെങ്കിലും അതും UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും. കാരണം അൻവറിൻ്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് UDFന് നിലമ്പൂരിൽ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത്. പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് വരുന്നു, അത് തന്നെയാണ്. മറ്റൊന്ന്, LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് അടുത്ത ദിവസം ചർച്ച ചെയ്യുക. അതിനുശേഷമാണ് 30-ാം തീയതി അടുത്ത ദിവസം പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. BDJSന് ആ സീറ്റ് നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മൂന്ന് മുന്നണികൾക്കല്ല, ഒരു മുന്നണിക്കാണ് നിർണായകം, അത് UDFനാണ്. ഈ പ്രസാദ് അത് പറയുന്ന സമയത്ത് UDFന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പി വി അൻവർ എടുക്കുന്ന നിലപാട്, അത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് ബസ്സിന്റെ പടിയിൽ നിന്നും സഞ്ചരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ബസ്സിന്റെ പടിയിൽ നിന്നും വേണമെങ്കിലും സഞ്ചരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മിനിറ്റുകൾ തോറും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന പി വി അൻവർ ഇന്ന് എന്തായിരിക്കും സ്വീകരിക്കുന്നത് എന്നത് കാര്യത്തിൽ ഒരു ആകാംക്ഷയുണ്ട്. ഇന്നത്തെ തീരുമാനം, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറയുന്നത് അന്തിമമായിരിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ?
ഉറപ്പായും. കാരണം ഇതൊരു ധാരണയാണ്. ആ ധാരണ എന്ന് പറയുന്ന സത്യത്തിൽ പി വി അൻവർ ചോദിച്ചു മേടിച്ചതാണ്. ഈ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിന് എന്ന് മാത്രമല്ല ഏത് മുന്നണിയാണെങ്കിലും ആ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ മുന്നണിയുടെ ഭാഗമാകാൻ പോകുന്ന ഒരാൾ, അതായത് LDF-ലെ ഒരാളോ അല്ലെങ്കിൽ NDA-ലെ ഒരാളോ അല്ല അത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അടുത്ത ദിവസം UDF-ന്റെ ഭാഗമാകാൻ പോകുന്ന ഒരാളാണ് അവരുടെ സ്ഥാനാർത്ഥിക്കെതിരെ ജനപിന്തുണയില്ല, പിണറായി സത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലെല്ലാം വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന് പക്ഷേ അൻവർ പറയുന്നത് ഞാനിപ്പോൾ UDF-ന്റെ ഭാഗമല്ല, അതുകൊണ്ട് എനിക്ക് UDF-ന്റെ ഭാഗമല്ലാത്ത പി വി അൻവറിന് വ്യക്തിപരമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. UDF-ന്റെ അഭിപ്രായമാകുമ്പോൾ UDF-ന്റെ ഭാഗമാകുമ്പോൾ UDF-ന്റെ അഭിപ്രായം പറയാമെന്നുള്ളൊരു നിലപാടാണ്, വിശദീകരണമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. എന്തായാലും UDF-ന്റെ ഭാഗമാകാനുള്ള തുടക്കമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നാണ് നമ്മൾ കരുതുന്നത്. അത് UDF-ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് പിന്തുണ നൽകുന്നു എന്നുള്ള രീതിയിലായിരിക്കും അൻവർ പറയുക. മറിച്ച് അവസാന നിമിഷം അൻവർ ഒരു U-ടേൺ എടുത്ത് വീണ്ടും ഞാൻ പഴയ രീതിയിലേക്ക് തന്നെ പോവുകയാണ് എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മണ്ഡലത്തിൽ ആ മത്സരം കടുക്കുമെങ്കിലും അതോടുകൂടി അൻവർ UDF തമ്മിലുള്ള എല്ലാ ബന്ധവും എല്ലാ കമ്മ്യൂണിക്കേഷനും അവിടെ നിലയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിന്റെ വാക്കുകൾ അദ്ദേഹവുമായി സംസാരിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗും എല്ലാം തന്നെ കരുതുന്നത്. ശരി പ്രസാദ്, വ്യക്തമാണ്. അപ്പോൾ നിലമ്പൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രസാദ് ഉരുപ്പശ്ശേരി.